എന്ന് വീണ്ടും അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പം മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധി ആയിരിക്കുകയാണ്. അമ്മ നാട്ടുകാർ അറിഞ്ഞാൽ അച്ഛന് ആ കറക്റ്റാ പൂജ ചെയ്യാൻ പറ്റൂല. അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെയാണ്. ഭസ്മം മറ്റേ ചന്ദന ഇത് കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയായില്ലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, സമാധിയാരെ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇതൊക്കെ മോന് പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാർ കൂട്ടി അച്ഛൻ്റെ ഉയർന്നു മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും. നമുക്ക് നാട്ടുകാരല്ല വലുത്, കൈലാസാനാണ് വലുത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് സമാധി ആവണതിന് 3 ദിവസം മുമ്പ് ഇവര് 3 ദോശയൊക്കെ തിന്ന ആളാണ്. പിന്നെ 2 1 ഇങ്ങനെ എൻ്റെ സമാധിയുടെ തലയ്ക്ക് തലേ ദിവസം പറഞ്ഞ് ഇനി എനിക്ക് ദോശയൊന്നും ഉണ്ടാക്കി വെക്കരുത്, കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോന് കമ്പനി പോകണമെന്ന് ചോറ് കിട്ടണം, ഞങ്ങൾക്ക് എല്ലാം കൂടെ വെളുപ്പിൽ അങ്ങ് ഭക്ഷണം അങ്ങ് തയ്യാറാക്കും, കാപ്പി ചോറ്. അപ്പം അതിലുള്ള കുറച്ച് ചോറ് കുറച്ച് കറികളെല്ലാം എടുത്ത് പ്രത്യേകം എരിശോരി കഞ്ഞി പോലെ അതിൻ്റെ രീതിയിൽ കുഴമ്പ് പോലെ പാൽപ്പായസം കുടിക്കുമ്പോൾ എടുത്ത് കുടിക്കാനുള്ള എളുപ്പത്തിന് അവർക്ക് കൊടുക്കുമ്പം തട്ടത്തിൽ 1/2 സ്പൂണായിട്ട് കൊടുക്കും. ആദ്യ ദിവസം കൊടുത്തപ്പം കൊടുത്തതിൻ്റെ 3/4 കഴിച്ച്, അത് 2ാമത് കൊടുത്തപ്പം 1/4 ഭാഗം. ഈ സമാധി ആവണേണ്ടെന്ന് 2-3 സ്പൂൺ എടുത്ത് കഴിച്ചതേ ഉള്ളൂ. അപ്പം കഴിക്കാതെ നേടുമ്പോൾ എനിക്ക് മതി എന്ന് പറഞ്ഞു. നമ്മൾ നിർബന്ധിക്കില്ല, വേണ്ടെന്ന് നിർബന്ധിച്ച് കുടിക്കൂല അങ്ങ്. അത് കഴിഞ്ഞിട്ട് ഇവര് അങ്ങ് പോവാനായിട്ട് കാത്തിരിക്കുകയാണ്. അച്ഛനും കൂടെ ഋഷിയുടെ തിരിതിരി പുല്ല് പറിക്കാൻ പോവാൻ അവിടെ ധ്യാനത്തിന്. ഈ പടിയും അവിടെ ഒരു തിട്ടയുണ്ടായിരുന്നു, അത് കാഴ്ചക്കുറവല്ലേ ചെന്ന് വീണെങ്കില എന്നുള്ള ഉദ്ദേശത്തിലാണ് മോൻ തീരെയും പോണത്. അപ്പൊ ഞാൻ പിടിച്ചാലൊന്നും എനിക്ക് എന്നുള്ള ആരോഗ്യമില്ല, എനിക്കേ നടക്കവി. അതുകൊണ്ട് അങ്ങനെ അവിടെ ചെന്ന് ഇരുത്തിയിട്ട് അച്ഛരിക്കുന്ന ലക്ഷ്യം വെച്ച് അവിടെ പശുവിന് പുല്ല് പറിക്കും, മനസ്സിലാക്കണം. ആ പകല് അങ്ങനെ പുല്ല് പറിച്ച് ഇവരെ ധ്യാനം കഴിയുമ്പോൾ നമുക്കറിയാം അവരെ ധ്യാനം കഴിയുമ്പോൾ ഇരിക്കണത്, ധ്യാനത്തിൽ ഇരിക്കണതും അല്ലാതിരിക്കണം പ്രത്യേകത. മോൻ നോക്കുമ്പോൾ അച്ഛൻ ധ്യാനത്തിൽ ഇരിക്കണ കാലല്ല, അച്ഛൻ എന്ത് അങ്ങനെ കാല് വെളിയിലില്ല എന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പം ഓടി വന്നപ്പം അനക്കമില്ല. അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ശ്വാസം പിടിച്ചു ഇവിടെ വന്നിട്ട് മേലോട്ട് നോക്കി, ഇവിടെ മാത്രം ചെറിയ ഒരു ഇതുണ്ട്, മേലെ ഇങ്ങനെ കണ്ണു നോക്കി ഇങ്ങനെ മേലോട്ട് നോക്കി ഇരുന്നിട്ട് ഇങ്ങനെ ഭഗവാനെ തന്നെ കിഴക്കോട്ടാണ് ഈ കണ്ണ്. അപ്പം മോൻ നോക്കിയത് ഇത് അച്ഛൻ അന്ന് പറഞ്ഞ സമാധിയുടെ ഒരു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ സന്യാസിമാരെ എങ്ങനെ വെച്ചാൽ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ മോൻ നമ്മൾ ഒരു കഥ പറയുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന ദിവസം സമാധി ആവുന്നു, ദിവസം ഇന്ന സമയം പറഞ്ഞില്ല. പോകുമെന്ന് 2 ദിവസം എൻ്റെ വെളുപ്പാരാവില്ല പറഞ്ഞിട്ടുണ്ട്, പോകുമെന്നേ പറഞ്ഞുള്ളൂ. ഈ സമാധി ആവാൻ പോണത് പറഞ്ഞില്ല. അതെങ്ങനെ നമ്മൾ മനുഷ്യരല്ലേ, ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ ആ സമാധി ആവാൻ പറ്റും, മനസ്സിലായി. അപ്പം ഭഗവാന്റെ അനുമതി എന്ന് പറഞ്ഞാൽ തിരുവാതിര തിങ്കളാഴ്ച ദിവസം ധനുമാസ തിരുവാതിരയ്ക്കാണ് പ്രധാന പൂജകൾ ഭഗവാന് നമ്മൾ കൊടുക്കണം. എന്നിട്ട് അന്ന് എന്താണ് സംഭവിച്ചത്, അതിനുശേഷം എന്താ നടന്നത്? അത് കഴിഞ്ഞിട്ട് മോൻ അപ്പോഴപ്പോഴായിട്ട് ഉടൻ തന്നെ മോൻ കൈനാടി നോക്കി, ഇങ്ങനെ കൈനാടി മൂക്കിന്റെ സ്പർശനമൊക്കെ അറിയാല്ല. അങ്ങനെ നോക്കിയപ്പം ഒരു ഇതും അനക്കൊന്നും ഈ കൈനാടിക്കില്ല, കണ്ണിന്റെ ഇത് കൃഷ്ണമണി ചലിക്കുന്നില്ല, ഇങ്ങനെ തള്ളി ഇങ്ങനെ നോക്കിയപ്പോൾ. എന്നിട്ട് അവന് മനസ്സിലായി സമാധിയുടെ അവസ്ഥ തന്നെ എന്ന്. വീണ്ടും അവിടെ വന്ന് ഞങ്ങള് പോയിട്ട് കണ്ടില്ലല്ലെന്ന് പറഞ്ഞ് നോക്കിയപ്പം മോൻ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം മോൻ ഓടിക്കൊണ്ട് വന്നു. അമ്മ എന്നെ വായും പൊത്തി വെച്ചിട്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്, അച്ഛൻ സമാധി ആയിരിക്കുകയാണ്. അമ്മ നാട്ടുകാർ അറിഞ്ഞാൽ അച്ഛന് ആ കറക്റ്റാ പൂജ ചെയ്യാൻ പറ്റൂല. അച്ഛൻ പറഞ്ഞ പൂജകളൊക്കെ ഇങ്ങനെയാണ്. ഭസ്മം മറ്റേ ചന്ദന ഇത് കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് സമാധി സ്ഥലത്ത് കൊടുത്ത് അതിന്റെ രീതിയിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഉടുത്തോണ്ട് കുളിച്ച് പൂജയ്ക്ക് കയറിയായില്ലേ അവിടെ ചെന്നിരുന്നത്. പിന്നെ നമുക്ക് അവിടെ വെള്ളം കൊണ്ട് വീത്താൻ പാടില്ല, കുളിപ്പിക്കാൻ പാടില്ല, സമാധിയാരെ പിന്നെ ആരും ദർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇതൊക്കെ മോന് പരിശീലനം കൊടുത്തതുകൊണ്ട് അമ്മ ഇവിടെ കിടന്ന് നിലവിളിച്ച് ആ നാട്ടുകാരെ കൂട്ടി അച്ഛൻ്റെ ഉയർന്നു മോശം അച്ഛൻ്റെ ആഗ്രഹങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എനിക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതൊരു ശാപമായിട്ട് മാറും. നമുക്ക് നാട്ടുകാരല്ല വലുത്, കൈലാസാനാണ് വലുത്. ശിവന്റെ അനുവാദം ഇല്ലാതെ ഈ സമാധി ആവാൻ പറ്റൂല മോനെ. ശിവം ഇല്ലെങ്കിൽ ശവം എന്ന് പറഞ്ഞതുപോലെ ശിവൻ ഉള്ളതുകൊണ്ടാണ് സമാധി എന്ന് നമ്മൾ വിശ്വസിച്ചത്. എന്നിട്ട് മണിക്കൂറോളം തുറന്ന് അടപ്പോ ഒന്നുമില്ല, ഒരു തുണി പോലും ആ സൈഡിൽ ഇട്ടിട്ടില്ല. ആ മോ അപ്പോഴപ്പോഴും നോക്കും,
ഇതിനിടയ്ക്ക് മൂത്തവയിലായിരുന്നു, കമ്പനിയിൽ ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛന് തീരെ സുഖമില്ല, നീ പെട്ടെന്ന് വരണം എന്നാണ് പറഞ്ഞ് വിളിച്ചത്. എന്നാലും അവന് ഉറപ്പില്ല, ഇങ്ങനെ സമാധിയാണോ എന്ന്. ചലനം ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണമെന്ന് മൂത്തവനെ വിളിച്ചപ്പം നോക്കിയപ്പം കറക്റ്റാ, സമാധിയുടെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. മനസ്സിലാക്കണം. അതുകൊണ്ട് എടാ അച്ഛൻ പറഞ്ഞ രീതിയിൽ എല്ലാ ചലനങ്ങളും പൂർത്തിയായിരിക്കുകയാണ്, സമാധിയാണ്. എൻ്റെ അച്ചാമ്മയുടെ മൂത്തവന് അത്ര ചങ്കറില്ല. നമുക്ക് കരഞ്ഞപ്പം പൊന്നപ്പി അച്ഛൻ്റെ ഉയർന്ന മോശം ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ഈ പൂജ ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നേരം പൂജ ഉണ്ടായിരുന്നു? ആ സമയത്തൊന്നും പൂജ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഭസ്മം വേണം, കർപ്പൂരം വേണം, മറ്റുള്ള സാധനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഫ്രണ്ടിലുള്ള, നിങ്ങൾ അവിടെ ചെന്ന് നോക്കണം, ഈ സൈഡിലൊക്കെ പിന്നെ ഫ്രണ്ടിൽ ഒട്ടും അടപ്പില്ലല്ലോ. അതിന് ആ 2 ശിലകളും പത്മപീഠവും എല്ലാം നേരത്തെ കൊണ്ടുവന്ന് ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഉള്ളപ്പോഴേ ഇവിടെ വാങ്ങിച്ച കോവിന്റെ ആ സൈഡിൽ ഒതുക്കിയിട്ടിരുന്നു. അത് മോനെ ഞാൻ പറയുമ്പോൾ ഇത് എടുത്താൽ മതി, അമ്പലത്തേക്ക് കട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പം സമാധിക്കാണെന്ന് പിന്നീടാണ് മോന് മനസ്സിലായി. അത് തന്നെ അളവ് കൊണ്ടുവന്ന് ഈ മീറ്റർ ടാപ്പ് എടുത്ത് നോക്കിയപ്പോൾ അതേ അളവ്, അതേ നീളം, ഇതിന്റെ ഒയില വെച്ചിരിക്കണ. അപ്പം മോൻ എത്ര മണിയാകുമ്പോൾ പൂജ കഴിഞ്ഞു? 3:30 കഴിഞ്ഞപ്പം അവിടുത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇതിനിടയ്ക്ക് മൂത്തവൻ്റെ പറഞ്ഞ് നമ്മൾ ഭസ്മെല്ലാം വാങ്ങിച്ച് എല്ലാ സുഗന്ധദ്രവ്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് മോനോട് പറഞ്ഞ് നീ ചെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ നമ്മൾ കൊല പറയുള്ളൂ, നിങ്ങൾ പ്ലക്സും അടിച്ച് പിന്നെ മറ്റേ ഇവരെ പേരെന്തരി നമ്മളെ വാർഡ് മെമ്പരെ അറിയിക്കാം. അപ്പം വാർഡ് മെമ്പരെ നമ്പർ ആ സമയം നോക്കിയപ്പം എവൻ്റെ കയ്യിലില്ല. അപ്പം ഇവർക്ക് ഒന്നും ഈ ടെൻഷൻ അടിച്ചപ്പം ഒരു നമ്മൾ ചെയ്യണമെങ്കിലും അച്ഛന് പിന്നെ ഇതൊരു പ്രശ്നമായത് എപ്പോഴാണ്? ഇത്രയും കാക്കി പ്ലസ് ഒട്ടിച്ച് ഇവർ വന്ന് കുളിച്ച ഉടനെ വെളുപ്പിലെ അങ്ങ് കൊണ്ടുവന്ന് ബ്ലഡ് ഒട്ടിച്ച് ഈ വാൾ പോസ്റ്റർ ഇതിവിടെ വെച്ചിരിക്കണത് അവിടെ ഒട്ടിച്ചിട്ട് വന്ന് ആയിത്തള തളന്ന് സത്യം ആഹാരം ഒന്നും കഴിക്കാൻ കുഴഞ്ഞ് അവസ്ഥ ആരും ചെയ്യാത്ത ജോലിയാണ് ചെയ്തത്. ആയിത്തങ്ങളിത്ത് പോലും കിടന്ന്, എന്നിട്ട് നേരം വെളുക്കുമ്പോൾ പശുവിന് കറക്കണം, ഒരുപാട് ജോലി വീണ്ടും. എന്നിട്ട് ഈ നമ്മൾ തമ്മിൽ വിചാരിച്ച് വാർഡ് മെമ്പരെ അറിയിക്കുന്നു. അപ്പം പറഞ്ഞ് രാത്രി അവരെ കിടന്ന് ഉറങ്ങിയില്ല, ഇത്രയും പ്രശ്നമാവെന്ന് നമുക്ക് തോന്നിയില്ല. നമ്മൾ പെട്ടെന്ന് പിന്നെ അവരൊക്കെ ശല്യപ്പെടുത്തണ്ട എന്നാണ് എൻ്റെ മോൻ്റെ മനസ്സിൽ. ഇങ്ങനെ ആളുകൾ ഇത്രയും സ്നേഹം, ഒരു അമ്പലം ശിവൻ ഇരിക്കില്ലേ, ശിവൻ ഇല്ലെങ്കിൽ നമുക്ക് കൊല്ലം നടക്കൂ.